മലപ്പുറത്ത് നിന്ന് ഒരു യുക്തിവാദി മൊല്ലാക്കയുടെ പരാമർശം കണ്ടു. ഇസ്ലാം മതത്തിൻ്റെ അടിത്തറ ഇളകിക്കഴിഞ്ഞു, അതിപ്പോൾ പ്രതിരോധിക്കാൻ ആളില്ലാതെ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഇദ്ദേഹത്തിൻ്റെ തന്നെ അവകാശവാദം അനുസരിച്ച് ഇദ്ദേഹം കഴിഞ്ഞ 50 വർഷത്തോളമായി ഇസ്ലാം മതത്തിനും പരിശുദ്ധ ഖുർആനിനും നബിവചനങ്ങൾക്കുമെതിരെ അദ്ദേഹത്തിൻ്റെ യുക്തി പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 50 വർഷം പിന്നിട്ട ഈ സാഹചര്യത്തിൽ ഇസ്ലാം മതത്തിൻ്റെ അടിത്തറ തന്നെ ഇദ്ദേഹത്തിന് ഇളക്കി മാറ്റാൻ കഴിഞ്ഞു എന്നാണ് അവകാശവാദം. ഇദ്ദേഹം ഈ അവകാശവാദം ഉന്നയിക്കുമ്പോഴും മുസ്ലിങ്ങളുടെ നമസ്കാരം പള്ളിയും പള്ളിമുറ്റവും കവിഞ്ഞ് ഇങ്ങ് റോട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നത് മറ്റൊരു വൈചിത്രം. ഇസ്ലാമിൻ്റെ അടിത്തറ ഒരു വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ ഇളക്കി മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏറെക്കുറെ പ്രകൃതി നിയമങ്ങൾക്കും ജൈവ നിയമങ്ങൾക്കും വിധേയമായി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിൻ്റെ അടിത്തറ ഇളക്കി മാറ്റാൻ ആർക്കും സാധ്യമല്ല. പ്രകൃതി എന്നാൽ അത് നാം സംവിധാനിക്കപ്പെട്ട ഒന്നല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം നാം സംവിധാനിക്കപ്പെട്ട ഒന്നല്ല. പ്രകൃതി സംവിധാനത്തിൽ നാം പിറവിയെടുത്തതാണ്. അതിന് പിറകിൽ ഒരു പവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ മനുഷ്യരടക്കം പല ജീവജാലങ്ങളും പല നിയമങ്ങൾക്കും വിധേയമായി കൊണ്ടാണ് ഇവിടെ ജീവിതം സാധ്യമാവുന്നത്. അതിൽ ജൈവ നിയമങ്ങളുണ്ട്, പ്രകൃതി നിയമങ്ങളുണ്ട്, കൂട്ടമായി ജീവിക്കുന്ന ജീവികൾക്കിടയിൽ സമൂഹ നിയമങ്ങളുണ്ട്, ഭക്തജനങ്ങളായ ദൈവഭക്തിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവ നിയമങ്ങളുണ്ട്. ഇങ്ങനെ പല നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് ജീവിതം സാധ്യമാകുന്നത്. എല്ലാവിധ നിയമങ്ങളും ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും തൃപ്തികരം ആവണമെന്നില്ല. പല അസംതൃപ്തമായ നിയമങ്ങളും ഉണ്ട്. എന്നാൽ അസംതൃപ്തമായ നിയമങ്ങളോട് കേവലം ഒരു പ്രതിരോധിക്കാനുള്ള ഒരു അവകാശം ജീവജാലങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അട്ടിമറിക്കുവാൻ സാധ്യമല്ല. പല നിയമങ്ങളെയും മരണം ഒരു ജൈവ നിയമമാണ്. എന്നാൽ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര തൃപ്തികരവും അല്ല. അതുകൊണ്ട് മരിക്കുവോളം മരിക്കാതിരിക്കുവാൻ വേണ്ടി ജീവജാലങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. സിംഹം കാട്ടുപോത്തിനെ വേട്ടയാടുന്നതിനിടയിൽ കാട്ടുപോത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഫലമായി ചിലപ്പോഴെങ്കിലും സിംഹം ചത്തുപോകാറുണ്ട്. എന്ന് വെച്ച് കാട്ടുപോത്ത് സിംഹത്തിൻ്റെ ആഹാരം എന്ന പ്രകൃതി നിയമം അട്ടിമറിക്കപ്പെടുന്നില്ല. പല അസംതൃപ്തമായ നിയമവും പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി തൃപ്തികരമല്ലാത്ത ദൈവ നിയമത്തെയും ചിലർ പ്രതിരോധിക്കാറുണ്ട്. ആ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലരെങ്കിലും ദൈവം ഇല്ല എന്നൊരു വാദം ഉയർത്താറുണ്ട്. എന്നാൽ ഏത് കാരണം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണോ ഇവർ ഈ വാദം ഉയർത്തുന്നത്, അതേ കാരണം ജൈവ നിയമത്തിൻ്റെ ഭാഗമായിട്ടോ പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമായിട്ടോ അവർ അനുഷ്ഠിക്കാൻ നിർബന്ധിതരാകുന്നു. കാരണം പലപ്പോഴും ജൈവ നിയമങ്ങളും പ്രകൃതി നിയമങ്ങളും ദൈവ നിയമങ്ങളും പൂരകങ്ങളായി മാറുന്നുണ്ട്. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, മതം വിട്ട് യുക്തിവാദ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവർ അതിന് പല കാരണങ്ങളും പറയാറുണ്ട്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു കാരണമാണ് മതത്തിനകത്ത് ലിംഗസമത്വം ഇല്ല എന്ന്. ഒരു തരം ലിംഗമേധാവിത്വമാണ് കണ്ടുവരുന്നത്. മതത്തിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്നവരും പൗരോഹിത വർഗവും എല്ലാം തന്നെ പുരുഷന്മാരാണ്. അതുകൊണ്ട് പുരുഷാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു തട്ടിക്കൂട്ട് സംവിധാനത്തിലെ നായകൻ മാത്രമാണ് ദൈവം. അല്ലാതെ ദൈവം ഒന്നില്ല. അങ്ങനെ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഈക്വൽ സമ്പ്രദായമായിരിക്കും ദൈവം പ്രദാനം ചെയ്യപ്പെടുക. ഒരിക്കലും വിവേചനം ഉണ്ടാവില്ല, എല്ലാം സമത്വമായിരിക്കും. ഇവിടെ സ്ത്രീ വിരുദ്ധത, അന്യായം ഇതെല്ലാം കാണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ലിംഗസമത്വം ഇല്ലാത്തത് കൊണ്ട്
മതം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് പലരും മതത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. എന്നാൽ ഇവർ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിക്കപ്പെട്ട ദൈവം മനുഷ്യൻ എന്ന ഒരു ജീവിവർഗത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തതിൽ ലിംഗമേധാവിത്വം ഉണ്ട് എന്ന് പറഞ്ഞ് മതം വിട്ടു പോകുന്ന ഈ യുക്തിവാദി നിരീശ്വരവാദികളടക്കമുള്ള മനുഷ്യ സമൂഹം അവർക്ക് വിധേയമായിട്ടുള്ള ചില ജീവജാലങ്ങളുടെ സാഹചര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിശക്തമായ ഒരു ലിംഗമേധാവിത്വമാണ് ആ ജീവികൾക്കിടയിൽ കണ്ടുവരുന്നത്. ഈ ലിംഗമേധാവിത്വം പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവായി മാറുകയും ചെയ്യുന്നു ഈ മനുഷ്യ സമൂഹം. ഉദാഹരണത്തിന് നമ്മളെ വീട്ടുമുറ്റത്ത് വളർത്തുന്ന പൂവൻ കോഴിയെയും അതിൻ്റെ ഇണകളായ പിടക്കോഴികളെയും നോക്കും. ഒരു പ്രായപൂർത്തിയായ ഒരു പൂവൻ കോഴിയെ മാത്രം ഒരു കൂട്ടിനകത്ത് വളർത്തുമ്പോൾ അതിൻ്റെ ഇണകളായി എത്രയോ പിടക്കോഴികളെയും വളർത്തപ്പെടുന്നു. ശക്തമായ ഒരു ലിംഗമേധാവിത്വമാണ് നമുക്ക് ഈ ജീവജാലങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ടും മനുഷ്യർ മാറുന്നു. 5-10 പശുക്കളുള്ള ഒരു ഫാമിൽ പോലും മുൻകാലങ്ങളിൽ ഒരു വിത്തുകാളയെ വളർത്തിയിരുന്നില്ല. പ്രത്യുൽപാദന പ്രക്രിയയുടെ ഭാഗമായി ഇണ ചേർക്കുന്നതിന് വേണ്ടി അതിന് സജ്ജമാക്കിയിട്ടുള്ള ഒരു വിത്തുകാളയെ സമീപിക്കാറാണ് കർഷകർ. ഇവിടെ ഈ വിത്തുകാളയെ സംബന്ധിച്ചിടത്തോളം പ്രത്യുൽപാദന പ്രക്രിയയിലെ സുഖാനുഭൂതി മാത്രം ഈ ജീവിക്ക്. അതിലെ ലോഡ് മുഴുവൻ താങ്ങേണ്ടതും പശുക്കൾ. അതിനെ ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു, അതിനെ വളർത്തുന്നു. സർവ്വ ലോഡും ഈ പശുക്കൾക്ക് മാത്രം. ഇവിടെ ഈ വിത്തുകാളയുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വിത്തുകാളയുടെ കുട്ടികളെ ഗർഭം ധരിച്ച് വളർത്തുന്ന ഒരു കൃഷിയിടമായിട്ട് ഈ പശുക്കൾ മാറുന്നു. ഇനി ഇതര ജീവജാലങ്ങളുടെ സാഹചര്യം ഇതാണ്. ഇനി സ്വന്തം സാഹചര്യത്തിലേക്ക് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രഖ്യാപിത നയമാണ് ലിംഗസമത്വം എന്നുള്ളത്. യാതൊരുവിധ ലിംഗമേധാവിത്വവും പാടില്ല എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപിത നയം. ഐക്യരാഷ്ട്രസഭയ്ക്ക് 192ഓളം രാജ്യങ്ങൾ അതിൻ്റെ അംഗരാജ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം. ഇന്ന് വരെ 9ഓളം ജനറൽ സെക്രട്ടറിമാർ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെയും ഒരു ഫീമെയിൽ ജനറൽ സെക്രട്ടറി ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ടായിട്ടില്ല. ലിംഗസമത്വം വേണം എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയിൽ പോലും ഒരു ലിംഗസമത്വം കാണാൻ കഴിയുന്നില്ല എന്ന് സാർ. നമ്മളിന്ന് ഏറ്റവും ലിംഗസമത്വമുള്ള ഒരു രാജ്യമായിട്ട് അമേരിക്കയെ കാണുന്നു. യാതൊരു വിധ ലിംഗമേധാവിത്വം ആ നാട്ടിലില്ല എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ എബ്രഹാം ലിങ്കൺ മുതൽ പ്രഗത്ഭരായ അനേകം പ്രസിഡൻറ്റുമാർ സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് അതിൻ്റെ പ്രസിഡൻറ്റ് പദവി, നേതൃസ്ഥാനം. പ്രസിഡൻ്റാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. ആ നൂറുകണക്കിന് പ്രസിഡൻറ്റുമാർ വന്ന അമേരിക്കയിൽ ഇന്ന് പോലും ചരിത്രത്തിൽ പോലും ഒരു വനിത അവിടെ പ്രസിഡൻ്റായിട്ടില്ല. USSRൻ്റെയും അതായത് റഷ്യയുടെയും ബീജിങ്ങിൻ്റെയും മറ്റു ലോക രാജ്യങ്ങളുടെ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പേരിനെല്ലാം 1-2 വനിതകൾ നേതൃസ്ഥാനത്തേക്ക് വന്നു എന്നല്ലാതെ ഒട്ടുമുക്കാലും ഭരണം കൈയാളുന്നത് പുരുഷവർഗം തന്നെയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സാഹചര്യം എടുത്തു നോക്കിയാലും വിഭിന്നമല്ല. ഇന്ന് വരെയും ഒരു ഫീമെയിൽ മുഖ്യമന്ത്രി നമുക്കുണ്ടായിട്ടില്ല. എന്നാൽ സ്ത്രീകൾ ഇതിൽ കഴിവില്ലാത്തവരായിട്ടല്ല, സ്ത്രീകൾ ഇതിലെല്ലാം കഴിവുള്ളവരാണ്. കൊറോണ കാലഘട്ടത്തിലെ വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ഹെൽത്ത് മിനിസ്ട്രി കേരളവും ഇടം പിടിച്ചിരുന്നു. മിനിസ്റ്ററാണെങ്കിൽ ഒരു ഫീമെയിൽ മിനിസ്റ്ററും. എന്നാൽ രണ്ടാം ഊഴത്തിൽ ആ മിനിസ്റ്ററിയും കാണാൻ കഴിഞ്ഞില്ല. ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് എല്ലാം പുതുമുഖങ്ങൾ വേണമെന്നായിരുന്നുവെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം അവിടെ പഴയതു തന്നെ ആയിരുന്നില്ലേ. ഗൗരി അമ്മയെ പോലും ഇവിടെ മുഖ്യമന്ത്രി വാഴാൻ അനുവദിക്കപ്പെടാത്ത കേരളമാണ് എന്ന് ഓർക്കണം. ഇത് രാഷ്ട്രീയ രംഗം എന്ന് മാത്രമല്ല, സർവ്വരംഗങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഒരു വിധത്തിലും ഒരു ലിംഗമേധാവിത്വം കടന്നു വരാൻ പാടില്ലാത്തൊരു മേഖലയാണ് സിനിമ. തീർത്തും ആധുനിക കാലഘട്ടത്തിൻ്റെ ആധുനികമായ ഒരു വിനോദം. സ്ത്രീയും പുരുഷന്മാരും അതിൽ അഭിനയിക്കപ്പെടണം, എങ്കിലേ സിനിമ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ
മമ്മൂട്ടി, ജയൻ, പ്രേംനസീർ, മോഹൻലാൽ ഇങ്ങനെ പോണു സൂപ്പർ സ്റ്റാറുകളുടെ പട്ടിക. ഇന്ന് വരെയും ഇവർക്ക് തുല്യമായ ഒരു സൂപ്പർ സ്റ്റാർ പട്ടികയിലേക്ക് ഏതെങ്കിലും നടിമാർ വന്നിട്ടുണ്ടോ? ഒരു സിനിമ തന്നെ എടുത്ത് പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ആ സിനിമയിൽ പ്രധാന ലക്ഷ്യം ഒരു പുരുഷനെ ഉയർത്തി കാണിക്കുക എന്നതായിരിക്കും, ഒരു പുരുഷനെ ഹീറോ ആക്കി മാറ്റുക എന്നതായിരിക്കും. തൽഫലമായി സൂപ്പർ സ്റ്റാറുകൾ ഉദയം ചെയ്യപ്പെടുന്നു. എന്നാൽ അതിൽ നടികളായിട്ട് ആരും തന്നെ ഒരു സൂപ്പർ സ്റ്റാർ പട്ടികയിലേക്ക് എത്തിപ്പെടുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ ഇവിടെ നടക്കുന്നത് ലിംഗസമത്വത്തിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നത് പൂർണ്ണമായിട്ടും മതങ്ങളുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയും ദുർബലപ്പെടുത്തുക എന്നതാണ്. മറ്റുള്ള എല്ലാവിധ ലിംഗമേധാവിത്വവും അവിടെ നിലയുറപ്പിക്കുക എന്നൊരു സംവിധാനമാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇങ്ങനെ ഈ പ്രവൃത്തിയെ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വരുന്നത് പണ്ടങ്ങ് വായിച്ച ഒരു കാർട്ടൂണാണ്. ഒരു വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് ക്രമാതീതമായി വർദ്ധിക്കപ്പെട്ടു. അപ്പോൾ അതൊന്ന് കുറക്കണമെന്ന് കുടുംബയോഗം ചേർന്നു, കുറക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം ഉയർന്നു വന്നത് 1000 വാട്ട്സ് ഉപയോഗിക്കുന്ന അയൺ ബോക്സിൻ്റെ പ്രവർത്തനം ഒന്ന് ചുരുക്കുക എന്നതായിരുന്നു. അത് ആ വീട്ടിലെ കുട്ടികൾ എതിർത്തു, അതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ ഉയർന്നു വന്നത് 300 വാട്ട്സ് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീന്, 750 വാട്ട്സ് ഉപയോഗിക്കുന്ന മിക്സി ഇത്യാദി യന്ത്രങ്ങളുടെ പ്രവർത്തനം ഗണ്യമായി ചുരുക്കുക എന്നതായി. വീട്ടമ്മ എതിർത്തു, അതും നടന്നില്ല. പിന്നെ AC-യുടെ പ്രവർത്തനം ചുരുക്കുക എന്നതായി. കുടുംബനാഥനും എതിർത്തു. ബോഡി ഹീറ്റുള്ള കുടുംബനാഥൻ അതിന് വഴങ്ങിയില്ല, എതിർത്തു, അതും നടന്നില്ല. അവസാനം 0 വാട്ട് ബൾബ്, അതായത് 1-2 വാട്ട്സ് ഉപയോഗിക്കുക പൊതുസമൂഹം അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനും അങ്ങനെ പറയുന്നു. ദൈവസങ്കല്പ രൂപങ്ങൾക്ക് മുകളിൽ, ഫോട്ടോകൾക്ക് മുകളിൽ വെച്ചിരുന്ന ആ 0 വാട്ട് ബൾബ് അങ്ങോട്ട് ഊരിയെടുത്തു. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ലിംഗസമത്വം വേണമെന്ന് പറയുന്നത് മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദുർബലപ്പെടുത്തുക. മറ്റുള്ള എല്ലാ മേഖലകളിലും ലിംഗമേധാവിത്വം അതേപോലെ നിലനിർത്തുക എന്നതാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ മതം വിട്ട് യുക്തിവാദ നിരീശ്വരവാദത്തിലേക്ക്, അതായത് ലിംഗസമത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മതം വിട്ട് യുക്തിവാദ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവർ ജൈവ നിയമത്തിൻ്റെ ഭാഗമായിട്ടോ പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമായിട്ടോ ശക്തമായ ഒരു ലിംഗമേധാവിത്വമാണ് പ്രകടിപ്പിക്കുന്നത്. അതിശക്തമായ ഒരു മതത്തിന് പുറത്ത് അതിശക്തമായ ലിംഗമേധാവിത്വ ജീവിതം നയിച്ചുകൊണ്ട് മതത്തിനകത്ത് ലിംഗസമത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മതം വിട്ടു പോകുന്ന ഈ വാദം യഥാർത്ഥത്തിൽ യുക്തിവാദമല്ല, അതിനെ വിഡ്ഢിവാദം എന്നേ പറയാനൊക്കൂ. അല്ലെങ്കിൽ മതത്തിന് പുറത്ത് ഒരു ലിംഗസമത്വമുള്ള ഒരു ജീവിതം ജീവിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ കാണിക്കണം. നിങ്ങളെ കൊണ്ടാവുന്നില്ല. ഒരു സൂപ്പർ സ്റ്റാർ പട്ടികയിലേക്കും ഒരു നടിയെ കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ പോലും നിങ്ങളെ കൊണ്ടാവുന്നില്ല. എന്നിട്ട് നിങ്ങൾ ചാനൽ ചർച്ചയിലൂടെ മറ്റും മതത്തിലെ ലിംഗമേധാവിത്വത്തെക്കുറിച്ച് മാത്രം സംസാരിക്കപ്പെടുന്നു.